ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആരാധനാ വത്സരത്തിലെ ശ്ലീഹാകാലം 2ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ ലാസറിനെ മരണത്തിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സംഭവം. ഈ വചനഭാഗത്ത് നാം കാണുക ഈശോയുടെ അനുകമ്പയുടെയും അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ആഴവുമാണ്. മനുഷ്യാവതാരം ചെയ്ത ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്നുള്ള ആ സത്യത്തെ നമുക്ക് ഈ സംഭവത്തിലൂടെ ദർശിക്കുവാൻ സാധിക്കും. ലാസറിൻ്റെ മരണത്തിൽ കണ്ണുനീർ ചിന്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയുന്ന ദൈവത്തെ നാം കാണുകയാണ്. വേദനിക്കുന്ന സഹോദരിമാരോട് അവിടുന്ന് അനുകമ്പയും കാരുണ്യവും കാണിക്കുന്നു. ഇത് ദൈവപുത്രൻ്റെ മാനുഷിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. മരണമടഞ്ഞ ലാസറിനെ അടക്കിയ ഗുഹയുടെ മുന്നിലെ കല്ലെടുത്തു മാറ്റിയ ശേഷം അവിടുന്ന് പറഞ്ഞു, ലാസറെ പുറത്തു വരൂ. മരണമടഞ്ഞവൻ ജീവനുള്ളവനായി തിരികെ വരുന്നു. ദൈവപുത്രനായ ഈശോയ്ക്ക് മരണത്തിന്മേലുള്ള അധികാരത്തെ ഇത് സൂചിപ്പിക്കുമ്പോൾ അവൻ പൂർണ്ണനായും ദൈവമാണ് എന്നുള്ള സത്യത്തെയാണ് സൂചിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലൂടെ ഈശോ പറയുക, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ, വലിയ ദൈവിക പ്രവർത്തനങ്ങൾ സംഭവിക്കുക വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ. എപ്രകാരമാണ് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടുക? ലാസർ രോഗാവസ്ഥയിലായ വിവരം ഈശോയെ അറിയിക്കുവാൻ ലാസറിൻ്റെ സഹോദരിമാർ ദൂതന്മാരെ അയക്കുമ്പോൾ അവരുടെ ചിന്ത താൻ സ്നേഹിക്കുന്ന ലാസറിനെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തുവാൻ കർത്താവ് വരും എന്ന മാനുഷിക ചിന്തയാണ്. എന്നാൽ താൻ സ്നേഹിക്കുന്ന ലാസർ രോഗാവസ്ഥയിലാണ് എന്ന വിവരം കേട്ടിട്ടും 2 ദിവസം കൂടി കഴിഞ്ഞ് യാത്ര പുറപ്പെടുന്ന ഈശോയുടെ ചിന്ത അവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് വഴിയായി പിതാവിൻ്റെ മഹത്വം ജനം ദർശിക്കും എന്ന ദൈവിക ചിന്തയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മളിൽ രൂപപ്പെടേണ്ട, വളരേണ്ട ചിന്ത ഇതുതന്നെയാണ്. മാനുഷിക ചിന്തയിൽ നിന്ന് ദൈവിക ചിന്തയിലേക്ക് വളരുക എന്നത്. മാനുഷിക ചിന്തയിൽ നിന്ന് ദൈവിക ചിന്തയിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും പൂർണ്ണമായ അർപ്പണവുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ പോകുന്ന സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാനുഷിക ചിന്തയിൽ നിന്ന് ദൈവിക ചിന്തയിലേക്ക് വളർന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തെയാണ്. തൻ്റെ കുരിശുമരണം മുന്നിൽ കണ്ട് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഇറ്റിറ്റു വീഴുന്ന വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ഈശോ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. ദൈവിക പദ്ധതിക്ക് തന്നെ സമർപ്പിക്കുന്ന ഈശോ. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച വിശുദ്ധ യൗസേപ്പ് ദൈവിക വെളിപാടുകൾ തിരിച്ചറിയുമ്പോൾ സന്തോഷത്തോടുകൂടി അവളെ സ്വീകരിക്കുന്നത് ഈ മാനുഷിക ചിന്തയിൽ നിന്ന് ദൈവിക ചിന്തയിലേക്കുള്ള വളർച്ചയുടെ മാതൃകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ഇപ്രകാരം വളരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം തെളിമയുള്ളതായി മാറുക. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8ാമത്തെ അധ്യായം 28ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയായി പരിണമിപ്പിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതലായി ദൈവിക ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.